ബാക്ക് ടു MT ടെക്. ഇന്നത്തെ വീഡിയോ eoffice-നുള്ളിലെ ഡെസ്പാച്ച് സെക്ഷന്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഡെസ്പാച്ച് ചെയ്യാൻ പോകുന്നതെങ്കിൽ ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ ചെയ്യുക, കാരണം അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് 2 എക്സ്ട്രാ കാര്യങ്ങളെക്കുറിച്ചാണ്. eoffice-ൽ ഒരു ലേറ്റസ്റ്റ് ഫെസിലിറ്റി ആയിട്ട് നമുക്ക് 2 ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളെ eoffice ടു eoffice നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. അങ്ങനെയാണെങ്കിൽ ഈ 2 ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിലും eoffice സംവിധാനം ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് വിത്തൗട്ട് പോസ്റ്റൽ കമ്മ്യൂണിക്കേഷനോ മെയിൽ കമ്മ്യൂണിക്കേഷനോ ഇല്ലാതെ നമ്മുടെ eoffice-ഉം അവരുടെ eoffice-ഉം തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. നമ്മൾ ഇവിടുന്ന് ഡെസ്പാച്ച് ചെയ്യുന്നത് അവരുടെ eoffice അക്കൗണ്ടിലേക്ക് തന്നെ കിട്ടുന്ന രീതിക്ക് ഇപ്പോൾ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതിനുള്ളൊരു ഫീച്ചറാണ് ഇന്റർ ഓഫീസ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം. ഇനി രണ്ടാമത്തെ കേസ്, കുറേ ആൾക്കാർ കമൻസിലൂടെ ചോദിച്ചതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ വീഡിയോ ആണ്. അതും കൂടി ഇതിലൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു. നിങ്ങളുടെ ഓഫീസിൽ ഒരു ഡെസ്പാച്ച് സെക്ഷനിൽ ഒരു യൂസർ അല്ലെങ്കിൽ 2-3 യൂസർ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ത്രൂ എങ്ങനെയാണ് ഡെസ്പാച്ച് കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ച് അതും ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആ ഒരു കേസിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഇന്റർ ഓഫീസോ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ സാധിക്കില്ല. പോസ്റ്റൽ കമ്മ്യൂണിക്കേഷൻ മാത്രമാണ് ഈ പറയുന്ന കേസ് വഴി നമുക്ക് ചെയ്യാൻ പറ്റുക. അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ വീഡിയോ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഇന്റർ ഓഫീസ് കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഡെസ്പാച്ച് ചെയ്യാനായിട്ട് ഇന്റർ ഓഫീസ് ഡെസ്പാച്ച് ആണ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ സൈൻ ചെയ്ത ഡോക്യുമെന്റ് ഇനിഷ്യേറ്റ് ഡെസ്പാച്ച് കൊടുക്കുക. ഇനിഷ്യേറ്റ് ഡെസ്പാച്ച് കൊടുക്കുമ്പോൾ ഇതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരൊന്ന് കണ്ടു നോക്കുക. അതിനുശേഷം നമ്മുടെ ആഡ് റെസിപ്പിയന്റിൽ പോവുക. ആഡ് റെസിപ്പിയന്റിൽ പോകുമ്പോൾ ഇന്റർ ഓഫീസ് അതർ ആപ്ലിക്കേഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ അതിൽ ഇന്റർ eoffice എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യാം. ചൂസ് ചെയ്യുന്ന സമയത്ത് 2 ഓപ്ഷൻ ഉണ്ടാവും. നമുക്ക് സെർച്ച് ഹിയറും പിന്നെ എവിടെയും. ഇത് ഫസ്റ്റ് നമ്മൾ ഏത് ഓഫീസിലാണ് ഇത് അയക്കാൻ പോകുന്നത് എന്നുള്ളത് നമ്മൾ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യേണ്ടി വരും. ഇത് അഡ്മിൻ പാർട്ട് വഴി കോൺഫിഗർ ചെയ്ത എല്ലാം ഇതിൻ്റെ അകത്ത് ഉണ്ടാവും. അപ്പോൾ അഡ്മിൻ പാർട്ട് വഴി കോൺഫിഗർ ചെയ്തിട്ടില്ല, ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ അത് അഡ്മിനെ കോൺടാക്ട് ചെയ്ത് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യിക്കേണ്ടതായിട്ടുണ്ട്. കാരണം eoffice-ന്റെ ലേറ്റസ്റ്റ് വേർഷൻ ഇംപ്ലിമെന്റ് ആയിട്ടുള്ള ഓഫീസ് എല്ലാം ഇതിൻ്റെ അകത്ത് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ടാവും. 7.2 സംതിങ്ങിൽ വരുന്ന വേർഷൻസ് എല്ലാം eoffice-ലെ ലേറ്റസ്റ്റ് വേർഷൻ ഉള്ളവരെല്ലാം ഇതിൻ്റെ അകത്ത് എൻലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ ഇതിൽ ഏത് ഓഫീസിലേക്കാണോ നമ്മൾ ഡെസ്പാച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഓഫീസിന്റെ കോഡ് സെലക്ട് ചെയ്യുക. ഇതിൻ്റെ അകത്ത് ഷോർട്ടായിട്ടായിരിക്കും മിക്കവാറും ഓഫീസിന്റെ കോഡ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് തുടക്കത്തിലൊക്കെ ഇത് ഐഡന്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്ത് വരുമ്പോൾ അതൊന്ന് ഫെമിലിയർ ആവും. ഇപ്പോൾ നമുക്ക് ഏത് ഓഫീസിലാണ് എന്ന് വെച്ചാൽ ആ ഓഫീസ് നോക്കിയിട്ട് ചൂസ് ചെയ്യുക, സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുന്ന സമയത്ത് നോ റെക്കോർഡ്സ് എന്നായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മളിവിടെ സെർച്ച് ഹിയറിൻ്റെ അവിടെ CRU എന്ന് അടിച്ചിട്ട് എൻ്റർ കൊടുക്കുക. അപ്പോൾ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. അപ്പോൾ ഇത് ആദ്യം ചെയ്യുന്ന സമയത്ത് നല്ല കെയർഫുൾ ആയിട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഓഫീസൊന്നും മാറിപ്പോവാണ്ട് വേണം ഡെസ്പാച്ച് ചെയ്യാൻ. അപ്പോൾ തുടക്കത്തിൽ ഒന്ന് കോണ്ടാക്ട് ഒക്കെ ചെയ്ത് അത് ഉറപ്പിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ഏത് ഓഫീസ്, ഇപ്പോൾ എല്ലാ ഡിസ്ട്രിക്റ്റിലും eoffice ഉള്ള എല്ലാ ഓഫീസ് ഉണ്ടാവും. ആ ഒരു ഇൻസ്റ്റൻസിലുള്ള എല്ലാവരും ഉണ്ടാവും. അപ്പോൾ അതിൽ ഏത് ഓഫീസാണെന്ന് നോക്കിയിട്ട് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ടിക്ക് ഇടുക, ആഡ് കൊടുക്കുക. അതുപോലെ ഇപ്പോൾ മൾട്ടിപ്പിൾ ഓഫീസസിൽ നമ്മൾ കൊടുക്കണമെങ്കിൽ അത് നമുക്ക് ഇതുവഴി ചൂസ് ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇതേ സെയിം പ്രോസസ്സ് വഴി മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഓഫീസസിനെ നമുക്ക് eoffice വഴി എടുക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ ആഡ് ചെയ്യുക. ഇപ്പോൾ ഞാൻ വേറെ ഏതെങ്കിലും ഓഫീസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ആഡ് ചെയ്യുന്ന കേസ് ഉണ്ടോ? അപ്പോൾ അടുത്ത ഓഫീസും നമുക്ക് eoffice ഉള്ള ഓഫീസിനെ ഇതിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ടിക്ക് ഇടുക, ആഡ് ചെയ്യാം, എന്നിട്ട് ക്ലോസ് ചെയ്യുക. ഇപ്പോൾ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഇല്ലെങ്കിൽ ഒരെണ്ണമായിരുന്നാലും മതി. എന്നിട്ട് ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഇതിങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. അതിനുശേഷം സെൻഡ് ഓർ ഡെസ്പാച്ച് വിത്തൗട്ട് ഫോളോ അപ്പ്. എന്തെങ്കിലും ഫോളോ അപ്പ് ഉള്ള കേസ് ആണെങ്കിൽ നമുക്ക് വിത്ത് ഫോളോ അപ്പ് കൊടുക്കാം. മോസ്റ്റ് ഓഫ് ദ കേസ് നമ്മൾ ചെയ്യുക സെൻഡ് ഡെസ്പാച്ച് വിത്തൗട്ട് ഫോളോ ബട്ടണാ ക്ലിക്ക് ചെയ്യുക. സെൻഡ് ഡെസ്പാച്ച് വിത്തൗട്ട് ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കൊരു കൺഫർമേഷൻ മെസ്സേജ് വരും. കൺഫർമേഷൻ മെസ്സേജ് വന്നതിന് ശേഷം ഇത് മറ്റു ഓഫീസിൽ, ഇപ്പോൾ നമ്മൾ ഡെസ്പാച്ച് ചെയ്ത ഓഫീസിൽ എങ്ങനെയാണ് റിസീവ് ചെയ്യാമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ അകത്തുനിന്ന് ഇപ്പോൾ ലോഗ് ഔട്ട് ചെയ്തിട്ട് ആ ഓഫീസിന്റെ കേസാണ് പറയുന്നത്. നമ്മൾ ഇന്റർ ഓഫീസ് യൂസ് ചെയ്ത് ഡെസ്പാച്ച് ചെയ്ത ഓഫീസിൽ ചെയ്യേണ്ടത് അവർ ലോഗ് ഔട്ട് അവരുടെ അതേ ലോഗിനിൽ ലോഗിൻ ചെയ്യുന്നു. അവരുടെ CRU അക്കൗണ്ട് ആയിരിക്കും ലിങ്ക് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ CRU അക്കൗണ്ടിൽ ഓപ്പൺ ചെയ്യുക. CRUവിൻ്റെ യൂസർ നെയിം പാസ്വേഡ് കൊടുക്കുക. അതിനുശേഷം സാധാരണ പോലെ ഫയൽ മാനേജ്മെന്റ് സിസ്റ്റം ക്ലിക്ക് ചെയ്യുക.
അതിനുശേഷം അവർക്ക് ഇത് എങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യേണ്ടി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ CRU അക്കൗണ്ടാണ് ലോഗിൻ ചെയ്യേണ്ടത്, ഈ പറഞ്ഞതുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ളത്. അത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അവരുടെ ഇവിടെയുള്ള റിസീവ്ഡ് ലെറ്റേഴ്സിൽ ഇൻട്രാ ഓഫീസാണ് മുന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇന്റർ ഓഫീസിന്റെ പ്രോസസ്സാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഇന്റർ ഓഫീസ് വഴി ഡെസ്പാച്ച് ചെയ്തെല്ലാം ഓരോ CRUവിന്റെ ഇന്റർ ഓഫീസ് എന്നുള്ള ഓപ്ഷനിലായിരിക്കും ഉണ്ടാവുക. റിസീവ്ഡ് ലെറ്റേഴ്സിന്റെ ഇന്റർ ഓഫീസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് റിസീവ് ആയിട്ടുള്ളതിന്റെ ഡോക്യുമെന്റ്സ് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ആ റെസീറ്റിനെയൊക്കെ ഡയറൈസ് ചെയ്ത് നോർമലി പ്രോസസ്സ് ചെയ്യാം. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് റഫായിട്ട് പറയാം. അപ്പോൾ ഇത് നമ്മൾ ടിക്ക് ഇടുന്നു, എന്നിട്ട് ഫോർവേഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഡയറൈസ് ചെയ്യുന്നു. ഡയറൈസ് ചെയ്തിട്ട് പിന്നെ മാൻഡേറ്ററി ഫീൽഡ്സ് ഒക്കെ ഫില്ല് ചെയ്യുന്നു. അപ്പോൾ പഴയ വീഡിയോ കണ്ടിട്ടുള്ളവർ അതൊന്ന് കണ്ടു നോക്കുക. അത് പറഞ്ഞതുകൊണ്ട് പിന്നെയും റിപ്പീറ്റ് ചെയ്യേണ്ടെന്ന് വെച്ചിട്ടാണ് സിമ്പിളാക്കി പറയുന്നത്. അത് അതിൻ്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാം. അതിനുശേഷം ജനറേറ്റ് ആൻഡ് സെൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ സിസ്റ്റം ഒരു റെസീറ്റ് നമ്പർ ജനറേറ്റ് ചെയ്യും. അതിനുശേഷം ഏത് സീറ്റാണോ ഈ ഒരു പ്രോസസ്സ് കൈകാര്യം ചെയ്യുന്നത് ആ സീറ്റിലേക്ക് ഇത് സെൻഡ് ചെയ്ത് കൊടുക്കുക. അവരുടെ പേരും സീറ്റും സെലക്ട് ചെയ്യുക, സെൻഡ് ചെയ്യുക. ഇതാണ് ഇന്റർ ഓഫീസ് യൂസ് ചെയ്തിട്ടുള്ള ഓഫീസിന്റെ ഡെസ്പാച്ച് ചെയ്യുന്ന പ്രോസസ്സും ഡെസ്പാച്ച് ചെയ്തിട്ട് റിസീവ് ആയി കഴിഞ്ഞാൽ ചെയ്യേണ്ട പ്രോസസ്സും. ഇനി നിങ്ങളുടെ ഓഫീസിൽ ഒരു ഡെസ്പാച്ച് സെക്ഷൻ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡെസ്പാച്ച് സെക്ഷനിൽ ഓഫീസിനൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ഒരു ടൈപ്പിസ്റ്റിനെയോ ഒരു ക്ലർക്കിനെയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നമുക്ക് എന്തെങ്കിലും പോസ്റ്റൽ ചെയ്യേണ്ട കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് നമ്മുടെ സെൽഫായിട്ടുള്ള യൂസർ അക്കൗണ്ടിൽ നിന്ന് ആ ഡെസ്പാച്ച് ക്ലർക്കിനോ അല്ലെങ്കിൽ ടൈപ്പിസ്റ്റോ അല്ലെങ്കിൽ ഏതോ ആളായിരുന്നാലും ആളുടെ അക്കൗണ്ടിലേക്ക് നമുക്കിത് സെൻഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അത് ചെയ്യുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെൽഫായിട്ട് അവിടെ ഇപ്പോൾ പ്രിന്റ് എടുത്ത് കൊടുക്കേണ്ട കാര്യമില്ല. ഡയറക്റ്റ് ആളുടെ അക്കൗണ്ടിലേക്ക് അയക്കുക, ആൾ അവിടെ നിന്ന് പ്രിന്റ് എടുത്ത് ബാക്കിയുള്ള പോസ്റ്റൽ കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു സെക്ഷൻ വർക്ക് ചെയ്യുന്ന കേസിൽ ഇത് ചെയ്യാം. അല്ല ഇങ്ങനെ ഒരു സെക്ഷൻ ഒന്നും വർക്ക് ചെയ്യുന്നില്ലാത്ത കേസിലാണെങ്കിൽ നേരത്തെ മുന്നേ ചെയ്ത വീഡിയോയിൽ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് തന്നെ സെൽഫായിട്ട് പോസ്റ്റലിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനിയിപ്പോൾ അങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യാമെന്നുള്ള കേസാണ് ഈ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഡെസ്പാച്ച് ചെയ്യുന്ന സമയത്ത് സൈൻഡ് ഡോക്യുമെൻ്റ് എടുക്കുക, അതിനുശേഷം ആഡ് ഇനിഷ്യേറ്റ് ഡെസ്പാച്ച് കൊടുക്കുക, അതിനുശേഷം ആഡ് റെസിപ്പിയൻ്റ് എടുക്കുക. ആഡ് റെസിപ്പിയൻ്റ് എടുക്കുമ്പോൾ പബ്ലിക്കിനുള്ളിൽ ഏത് ഓഫീസിലേക്കാണ് ഇത് ഡെസ്പാച്ച് ചെയ്യേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഇൻട്രാ ഓഫീസും ഇന്റർ ഓഫീസും നമ്മുടെ തന്നെ സബ് ഓഫീസിൽ ഓഫീസ് ഉണ്ടെങ്കിൽ ഈ ഒരു പ്രോസസ്സ് ചെയ്യേണ്ട, ഡയറക്റ്റ്ലി നമുക്ക് ഇൻട്രാ ഓഫീസ് എടുക്കുക, ഓഫീസിന്റെ പേര് സെലക്ട് ചെയ്യുക, കൊടുക്കുക. ഇനി അതർ ഡിപ്പാർട്ട്മെന്റിൽ ഓഫീസ് ഉള്ള ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ നമുക്ക് ഇന്റർ ഓഫീസ് എടുക്കുക, അതുവഴി നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഈ രണ്ട് കേസും അല്ലാതെ നമുക്ക് പോസ്റ്റ് അയച്ചു കൊടുക്കേണ്ട കേസ്, ഹാർഡ് കോപ്പി സെൻഡ് ചെയ്യേണ്ട കേസൊക്കെ വരുമ്പോൾ നമ്മുടെ അവിടെ ഒരു ഡെസ്പാച്ച് സെക്ഷനിൽ ഒരു ആളിത് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു പോസ്റ്റ് അസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ പബ്ലിക് എടുക്കുക, അതിനുശേഷം ആർക്കാണോ സെൻഡ് ചെയ്യുന്നത് ആ ഓഫീസിന്റെ പേര് ഡീറ്റെയിൽസ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. നെയിം, ഡെസിഗ്നേഷൻ, അഡ്രസ്സ്, ഇതിലിപ്പോൾ നമ്മൾ ആ ഓഫീസിന്റെ പേര് കൊടുക്കുക, ഏത് ഓഫീസിലേക്കാണ് ഇത് സെൻഡ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ നമ്മളിവിടെ ആ ഓഫീസിന്റെ പേര് ടൈപ്പ് ചെയ്യുന്നു. അതിനുശേഷം അവിടുത്തെ അഡ്രസ്സ് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ അഡ്രസ്സ് നോക്കിയിട്ട് ആ പോസ്റ്റൽ കമ്മ്യൂണിക്കേഷനിൽ ഇത് ടൈപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള അഡ്രസ്സ് കൊടുക്കുക. അഡ്രസ്സ് കൊടുക്കുക. ഇപ്പോൾ പോസ്റ്റൽ കോഡ് അറിയാമെങ്കിൽ അത് ടൈപ്പ് ചെയ്യുക. ഇനി അവരെ ഇമെയിൽ കമ്മ്യൂണിക്കേഷൻ അറിയാമെങ്കിൽ ടൈപ്പ് ചെയ്യുക. ഇതിന് മാൻഡേറ്ററി ആയിട്ടുള്ള പോസ്റ്റ് അയക്കാൻ വേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആഡ് ചെയ്യാം, എന്നിട്ട് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഈ സെൽഫും CRE എന്നുള്ള ഓപ്ഷൻ ആയിരിക്കും ഉണ്ടാവുക. മുന്നേ പറഞ്ഞ വീഡിയോയിൽ ഈ സെൽഫ് ക്ലിക്ക് ചെയ്യുന്നു, നമ്മൾ പീർ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു, അതുവഴിയാണ് പ്രോസസ്സ് ചെയ്തുകൊണ്ടിരുന്നത്, ഡെസ്പാച്ച്ഡ് എന്നുള്ളൊരു അക്നോളജ്മെന്റിന് വേണ്ടി ചെയ്തുകൊണ്ടിരുന്നത്. ഇനി നമ്മുടെ അവിടെ ഒരു ഡെസ്പാച്ച് സെക്ഷനിൽ ഒരു ആൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു പോസ്റ്റ് അസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സെൽഫിന്റെ താഴെയുള്ള CRE എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. CRE എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ CREന്റെ ഇവിടെ ആരൊക്കെയാണോ ആ ഒരു തപാൽ സെക്ഷനും ഡെസ്പാച്ച് സെക്ഷനിലും ഉള്ളവരെ ടൈപ്പിസ്റ്റ് കാറ്റഗറിയിലുള്ളത്, അപ്പോൾ അവരെയൊക്കെ ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് കാണിക്കും.
അതിൽ ആർക്കാണോ നമ്മൾ സെൻഡ് ചെയ്യേണ്ടത് ആ ഒരു സീറ്റിലുള്ള ആളുടെ പേര് ഇവിടെ സെലക്ട് ചെയ്യുക. അതിലിവിടെ ആ കാറ്റഗറിയിലുള്ളവരെ സെലക്ട് ചെയ്യുക. എന്നിട്ട് അവരോട് ഈ ഡെലിവറി മോഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് കുറേ ഡെലിവറി മോഡ് പറയുന്നുണ്ട്. ബൈ പോസ്റ്റ്, ബൈ ഹാൻഡ്, കൊറിയർ, ഇമെയിൽ, ഫാക്സ്, രജിസ്റ്റേർഡ് പോസ്റ്റ്, അങ്ങനെ കുറേ കാറ്റഗറി പറയുന്നുണ്ട്. അതിൽ ഏത് കാറ്റഗറിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഡെസ്പാച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ആ ഒരു കാറ്റഗറി ഇവിടെ സെലക്ട് ചെയ്യാം. അതിനുശേഷം എന്തെങ്കിലും റിമാർക്സ് ഉണ്ടെങ്കിൽ ആ റിമാർക്സ് ടൈപ്പ് ചെയ്യാം. അതിനുശേഷം ഓക്കെ കൊടുക്കാം. ഓക്കെ കൊടുത്തതിന് ശേഷം സെൻഡ് ഓർ ഡെസ്പാച്ച് വിത്തൗട്ട് ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു അക്നോളജ്മെന്റ് ഉണ്ടാവും. ഇനി അതിനുശേഷം ഇത് റിസീവ് ചെയ്യുന്ന ഒരു എൻഡ് ഉണ്ടാവുമല്ലോ, നമ്മുടെ ഓഫീസിലെ തന്നെ സെയിം, ഇപ്പൊ നമ്മൾ ഒരാളുടെ പേര് കൊടുത്താണ് സെലക്ട് ചെയ്തത്. അപ്പൊ ആൾ എങ്ങനെയാണ് ഇതിന്റെ നെക്സ്റ്റ് പ്രോസസ്സ് ചെയ്യുന്നതെന്ന് നോക്കാം. ആ യൂസർ നോർമലി ലോഗിൻ ചെയ്യുന്നു, ഡെസ്പാച്ച് സെക്ഷനിലുള്ള ആൾ ലോഗിൻ ചെയ്യുന്നു. ലോഗിൻ ചെയ്തതിന് ശേഷം എങ്ങനെയാണ് നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് നമുക്ക് നോക്കാം. അവിടെ യൂസർ നെയിം പാസ്വേഡ് വെച്ചിട്ട് ആ യൂസർ ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്തിട്ട് ഫയൽ മാനേജ്മെന്റ് സിസ്റ്റം ക്ലിക്ക് ചെയ്യുക. ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളും സെപ്പറേറ്റ് എംപ്ലോയീസ് ആയിരിക്കും ചെയ്യുക. അപ്പോൾ അത് നോക്കി ചെയ്യുക. പറയുമ്പോൾ കോമൺ ആക്കി പറയുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ അതിനുശേഷം അവരുടെ ലോഗിനിനുള്ളിൽ ഇവിടെ ഇഷ്യൂവിൻ്റെ ഇൻബോക്സിൽ ഉണ്ടാവും. ഇത് നമുക്ക് ഈസിലി ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ടോപ്പിൽ ഉണ്ടാവും കുറേ ഐക്കൺസ്. ഇവിടെയുള്ള ഈ ഡെസ്പാച്ച് എന്നുള്ള ഐക്കണിലും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ വഴി എടുക്കാം. ഒന്ന് ഡെസ്പാച്ചിൻ്റെ ഇൻബോക്സും ദെൻ ഇഷ്യൂവിൻ്റെ ഇൻബോക്സും, രണ്ടും സെയിം സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പോൾ ഏത് ഓപ്ഷൻ വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ഡെസ്പാച്ചിൻ്റെ ഇൻബോക്സ് എടുക്കുന്നു. കണ്ടോ, ഞാൻ സെൻഡ് ചെയ്ത ഡോക്യുമെന്റ് ഇവിടെ റിസീവ് ആയിട്ടുണ്ട്. ഇതൊരു ഡെസ്പാച്ച് സെക്ഷനിൽ ഒരു ഞാൻ അയച്ച ലോഗിനിൽ ആരാണ് ഉള്ളത്, ആൾ ലോഗിൻ ചെയ്യുമ്പോഴാണ് ഇങ്ങനെ കിട്ടുക. അതിനുശേഷം നമുക്കിവിടെ ടിക്ക് ഇട്ടിട്ട് നമ്മൾ റിസീവ് ചെയ്തവൻ്റെ ഒരു അക്നോളജ്മെന്റ് കൊടുക്കണമെങ്കിൽ ടിക്ക് ഇട്ടിട്ട് നമുക്കിവിടെ റിസീവ് എന്നുള്ളൊരു ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ റിസീവ്ഡ് ആയെന്നുള്ളൊരു അക്നോളജ്മെന്റ് കിട്ടും. ദെൻ ഇത് നമ്മളല്ല ഡെസ്പാച്ച് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഇതിൻ്റെ അകത്ത് എക്സ്ട്രാ കാര്യങ്ങളോ എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻസോ ഉണ്ടെങ്കിൽ ഇത് ടിക്ക് ഇട്ടിട്ട് ഇത് റിട്ടേൺ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി അതിനുശേഷം ഇതിപ്പോൾ ഡെസ്പാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നോർമലി എന്താ ചെയ്യുക, ഇത് പ്രിന്റ് എടുക്കാൻ വേണ്ടി ഇതിന് ഡീറ്റെയിൽസ് കിട്ടുക. ഈ ഡീറ്റെയിൽസിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കമ്മ്യൂണിക്കേഷൻ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് പ്രിന്റ് എടുക്കാനും പറ്റും. ഇപ്പോൾ ഇത് ഓപ്പൺ ചെയ്യാം. അതിനുശേഷം ആ കമ്മ്യൂണിക്കേഷൻ ഇവിടെ ഉണ്ടാവും. അത് നമ്മൾ ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം പ്രിന്റ് എടുക്കുക. നോർമലി ചെയ്യുന്ന പോലെ പ്രിന്റ് എടുക്കുക. പ്രിന്റ് എടുത്തതിന് ശേഷം അതിൻ്റെ പോസ്റ്റൽ കാര്യങ്ങളൊക്കെ ചെയ്യുക. അതിനുശേഷം നമ്മൾ ഡെസ്പാച്ച് ചെയ്തു എന്നുള്ളത് നമുക്കിത് സെൻഡ് ചെയ്ത് യൂസറിനെ അറിയിക്കണമല്ലോ, അല്ലെങ്കിൽ ഡെസ്പാച്ച് ചെയ്തതിനൊരു പ്രൂഫ് വേണമല്ലോ സിസ്റ്റത്തിന്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ പോസ്റ്റൽ ഡീറ്റെയിൽസ് ഉണ്ടാവും. ഇതെല്ലാം നമ്മൾ ഫില്ല് ചെയ്യാം. കാരണം നമ്മൾ പോസ്റ്റിൽ അയച്ച് അല്ലെങ്കിൽ ആ ഒരു എല്ലാം സെറ്റ് ചെയ്യുമല്ലോ, ആ ടൈമിൽ നമുക്ക് ഇതിൻ്റെയൊക്കെ ഒരു ആൻസർ കിട്ടും. അപ്പോൾ പോസ്റ്റൽ മോഡ് എങ്ങനെയാണെന്നുള്ളത് നമ്മളിവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇതിനകത്ത് കുറേ മാൻഡേറ്ററി ഫീൽഡ്സ്, ഇതിൽ പോസ്റ്റൽ മോഡും ഔട്ട്ഡേറ്റ് ആൻഡ് ടൈമും മാൻഡേറ്ററി ആണ്. അപ്പോൾ ഇത് രണ്ടും ഫില്ല് ചെയ്യുക. ബാക്കിയൊക്കെ നമുക്ക് വേണമെങ്കിൽ ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ഫില്ല് ചെയ്യാം. പോസ്റ്റൽ ചാർജ്, വെയിറ്റ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ മാൻഡേറ്ററി ഫില്ല് ചെയ്യാണ്. ഇതിൻ്റെ അത് നെക്സ്റ്റ് ഉള്ള മാൻഡേറ്ററി ഔട്ട്ഡേറ്റ് ആൻഡ് ടൈം, അതും ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഡേറ്റ് ടൈം സെറ്റ് ചെയ്യാം. അത് നമുക്ക് സെലക്ട് ചെയ്യാനേ ഉണ്ടാവുള്ളൂ. ഇവിടെ കലണ്ടർ ഉണ്ടാവും, അതിൽ നിന്ന് ചൂസ് ചെയ്യാം. നെക്സ്റ്റ് ഡെസ്പാച്ച് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഡെസ്പാച്ച് ചെയ്ത് ആ ഒരു ടൈമിലാണ് പ്രിന്റ് എടുത്ത് നോർമലി നമ്മൾ പോസ്റ്റ് അയക്കും പോലെ പോസ്റ്റ് അയക്കുക. എന്നിട്ട് ആ ഡെസ്പാച്ച് ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു പ്രൂഫിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നത്. എന്നിട്ട് നെക്സ്റ്റ് ഡെസ്പാച്ച് എന്നുള്ളൊരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാവുക? നമ്മളിപ്പോൾ ഡെസ്പാച്ചിൻ്റെ ഇൻബോക്സിൽ നിന്നാണ് ഈ ഒരു കാര്യം ചെയ്തത്. നമ്മൾ ദെൻ അത് റിട്ടേൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ റിട്ടേണിൽ ഉണ്ടാവും. അല്ല നമ്മൾ അതെല്ലാം പ്രോസസ്സ് ചെയ്ത് ഈ ഡെസ്പാച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഉണ്ടാവുക ഡിസ്പാച്ചിൻ്റെ ഡിസ്പാച്ച്ഡ് എന്നുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഡിസ്പാച്ച് ചെയ്തതിന് ഡീറ്റെയിൽസ് ഉണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മൾ പ്രിന്റ് എടുത്ത് പോസ്റ്റിൽ അയക്കുന്ന ഒരു പ്രോസസ്സ് വരാം. അല്ല അത് നിങ്ങൾക്ക് തന്നെ അത് പ്രിന്റ് എടുത്ത് ഡെസ്പാച്ച് സെക്ഷനിൽ കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ല ഇങ്ങനെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ മെത്തേഡ് ഫോളോ ചെയ്യാം. ഇതാണ് CRE വഴി നമ്മൾ ഡെസ്പാച്ച് ചെയ്ത് കൊടുക്കുന്ന ഒരു സെക്ഷനിൽ നിന്ന് നടക്കുന്ന പ്രോസസ്സ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് MD Tech.